ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തിൽ പരസ്യ വിമർശനവുമായി രംഗത്ത് വരികയാണ് സമസ്തയുടെ നേതാക്കൾ. വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ ചിലർ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു. ഇതാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാതിരിക്കുന്നത് അപകടമെന്ന് സത്താർ പന്തല്ലൂരും പ്രതികരിക്കുന്നു. ഇതിന്റെ അപകടം ചൂണ്ടിക്കാട്ടുന്നവരെ സഖാവാക്കി ചിത്രീകരിക്കുന്നു എന്ന വിമർശനവുമുണ്ട്. ഒരു ഭാഗത്ത് വലിയ ബഹുസ്വരതയുടെ മനോഹരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകളാണെന്ന് പറയുകയും, മറുഭാഗത്ത് ഈ മതരാഷ്ട്രവാദത്തിന്റെ അപകടകരമായ ആശയങ്ങൾ കൊണ്ടുവന്ന അത്തരം ആളുകളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഈ കപടന്മാരെ ഇനിയും ആർക്കെങ്കിലും തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദി ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത, മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് നമ്മൾ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതിൽ കൂടെ അവർ വളരും. ഇന്ന് അവരെവിടെയില്ല. ഇല്ലാത്ത ഈ സാധനത്തിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുക്കളയിലൊക്കെ അവർ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സഖാവോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ ഒക്കെ ആവുകയാണ്. മുഹമ്മദ് ഷഹീദുണ്ട് വിവരങ്ങൾ. ഷഹീദ്, ഏതെങ്കിലും തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? രതീഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഈ സമസ്ത നേതാക്കളുടെ ഈ രൂക്ഷമായ വിമർശനം എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് മുൻപില്ലാത്ത വിധം UDF-ഉമായി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി ജമാഅത്തെ ഇസ്ലാമി അല്ലെ അതിൻ്റെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി സഖ്യം എന്ന രൂപേണ ഉള്ള ഒരു സീറ്റ് വിഭജനമൊക്കെ നടന്നു കഴിഞ്ഞു. അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ സജീവമായി. ഇതിനെതിരെ കുറച്ച് ദിവസങ്ങളായി സമസ്ത നേതാക്കന്മാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമസ്തയുടെ പൊതുയോഗങ്ങൾ വിളിച്ച്, പ്രത്യേകിച്ചും സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന പ്രാദേശികമായ പൊതുയോഗങ്ങൾ, പൊതുസമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് ആ യോഗങ്ങളിൽ മതരാഷ്ട്രവാദികളായ, ഈ സാമൂഹ്യ വിരുദ്ധമായ അല്ലെങ്കിൽ അത്തരത്തിൽ മതേതരത്വ നിലപാടുകൾക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത ഈ സംഘടനയെ കൈപിടിച്ച് സീറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ പിടിച്ച് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വിമർശനം അത് മുസ്ലിം ലീഗിനെതിരെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിധിവരെ UDF-നെതിരെ കൂടിയുള്ളതാണ്. അത്തരം നീക്കങ്ങളിൽ നിന്ന് അവർ പിന്മാറണമെന്ന അതിരൂക്ഷമായ വിമർശനം അവർ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പൊതുയോഗങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിലേക്ക് സമസ്ത നേതാക്കൾ ഈ വിഷയത്തിൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സമസ്തയുടെ വോട്ടുകൾ, ചെറിയ വോട്ടുകൾക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളെങ്കിലും ഒരു യോജിച്ച ഒരു നീക്കം അവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ്. നീക്കം സമസ്തയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു ഭാഗം നടത്തുന്നുണ്ട്. അതേസമയം UDF-നൊപ്പം ലീഗിനൊപ്പം നിൽക്കണമെന്ന രാഷ്ട്രീയം, പരമ്പരാഗത രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തർക്കം കൂടി, ഒരു പരസ്യ പ്രതികരണം കൂടി രൂപപ്പെട്ടു വരുന്നത്. ഷഹീദാണ് ആ വിവരങ്ങൾ നൽകിയത്.